അതേപോലെ നമ്മൾ മെക്കാനിക്കൽ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ നിന്ന് വന്നിട്ടുണ്ട്, തെർമോഡൈനാമിക്സിൽ നിന്നുണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് ഈ എക്സാമിൽ ഏതെല്ലാം ടോപ്പിക്കുകളാണുള്ളത്, ഈ എക്സാം ഒബ്ജക്റ്റീവ് ടെസ്റ്റ് മാത്രമാണോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പലതരത്തിലുള്ള കമൻറ്റ്സ് കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എക്സാമിൻ്റെ ഒരു കംപ്ലീറ്റ് സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് സിലബസ് എന്ന് പറയുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് അല്ല, അത് നമ്മൾ എൻട്രിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു സമ്മറിയാണ്, ഏതെല്ലാം ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പോലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകളൊക്കെ വരുന്ന സമയത്ത് ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ, നിങ്ങൾ ഈ ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാം എന്ന് പറയുന്നത് 100 മാർക്കിലാണ്. 100 മാർക്കും ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ അല്ല. ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 60 മാർക്ക് മാത്രമാണ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ വരുന്നത്. അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ 10 മാർക്കിന് വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ 10 മാർക്കിനും റൈറ്റിംഗ് സ്കില്ലിൽ നിന്ന് 10 മാർക്ക്, അതേപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ നിന്ന് 20 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവിൽ നിന്ന് 60 മാർക്ക്, അതായത് എക്സാം ആയിട്ട് 60 മാർക്ക്, അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. പിന്നീട് ഗ്രൂപ്പ് ഡിസ്കഷൻ, റൈറ്റിംഗ് സ്കിൽ, പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂ കൂടി ചേർക്കുന്ന സമയത്ത് 100 മാർക്സിലായിരിക്കും ഫൈനലായിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ, റൈറ്റിംഗ് സ്കിൽ ആൻഡ് പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂവിനെ കുറിച്ച് നമ്മൾ ബോധേഡ് അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ് അനുസരിച്ചിട്ടാണ് അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. എന്നാൽ ഈ 60 മാർക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇതിനോടകം പഠിച്ച കാര്യങ്ങളാണോ തുടങ്ങിയതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഓൺലൈൻ ടെസ്റ്റിൽ 60 മാർക്കിൽ 60 മിനിറ്റ് ഡ്യൂറേഷനിൽ 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുക കേട്ടോ. 60 മിനിറ്റ് ഡ്യൂറേഷനിൽ 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 5 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 5 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് 5 മാർക്ക്, റീസണിങ് എബിലിറ്റിയിൽ നിന്ന് 5 മാർക്ക് ആൻഡ് സബ്ജക്ട് ബേസ്ഡ് 40 മാർക്ക്. അപ്പോൾ അത് ഇലക്ട്രിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്. അപ്പോൾ ഓരോന്നിലും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അത് ഓരോ ബ്രാഞ്ചസുകാർക്കായിരിക്കും, എല്ലാം കൂടി പഠിക്കേണ്ട കാര്യമല്ല, ഓരോ ബ്രാഞ്ചസുകാർക്കായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക് ആൻഡ് ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ്. അതൊരു അഡ്വാൻറ്റേജ് ആണല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ 60 മാർക്കിൽ 20 മാർക്ക് നോൺ ടെക്നിക്കലും 40 മാർക്ക് നിങ്ങൾ പഠിച്ച സ്ട്രീമിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ ഈ 40 മാർക്ക് സ്ട്രീമിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സിലബസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിലബസ് എന്ത് ചെയ്യാറില്ല, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വരാറില്ല. എന്നാൽ നമ്മൾ ഈ സിലബസ് അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തവണ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ എക്സാം നടന്ന സമയത്ത് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഫൈനൽ സിലബസ് എന്ന് നമ്മൾ പറയല്ല. കഴിഞ്ഞ തവണ വന്ന എക്സാംസിലെ ടോപ്പിക്കുകൾ നോക്കുന്ന സമയത്ത് ഈ സിലബസ് ആവാനാണ് സാധ്യത. നിങ്ങൾ ഓൾറെഡി ഇലക്ട്രിക്കലിലുള്ള ഒരു A ലെവലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇതിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂവിനൊക്കെ ചേർത്തിട്ട് 40 മാർക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ വരുന്ന വിഷയങ്ങൾ ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, ഓരോന്നിൽ നിന്നും 5 മാർക്ക് വീതം. ഇതൊക്കെ ഓരോ എക്സാംസുകൾക്കും, അത് ഇതിനോടകം റെയിൽവേ എക്സാംസുകൾക്ക് വേണ്ടിയിട്ട്, CGL എക്സാമിന്, ബാങ്കിങ് എക്സാമിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും പുതുതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രാഞ്ച് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത് ഞാൻ തീർച്ചയായിട്ടും ഞാനിവിടെ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മളൊരു സിലബസിൻ്റെ കംപ്ലീഷൻ അല്ല പറയുന്നത്. ഇവിടെ എന്താ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടോപ്പിക്കുകളാണ് പറയുന്നത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സിവിലിൻ്റെ കേസിലാണെങ്കിൽ, അതേപോലെ സോയിൽ മെക്കാനിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്, എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഹൈഡ്രോളജി എന്ന് വന്നിട്ടുണ്ട്, കൺസ്ട്രക്ഷണൽ പ്രാക്ടീസിൽ നിന്ന് വന്നിട്ടുണ്ട്, സർവേയിങ്ങിൽ നിന്ന് വന്നിട്ടുണ്ട്, എസ്റ്റിമേഷൻ നിന്ന് വന്നിട്ടുണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, സ്ട്രക്ചറൽ അനാലിസിസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, റെയിൽവേ എഞ്ചിനീയറിംഗ്, ഈ ടോപ്പിക്കിൽ നിന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ മെക്കാനിക്കലിൽ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ നിന്ന് വന്നിട്ടുണ്ട്, തെർമോഡൈനാമിക്സിൽ നിന്നുണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഉണ്ട്, മെഷീൻ ഡിസൈൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഉണ്ട്. ഇതാണ് മെക്കാനിക്കലിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്.
അതേപോലെ ഇലക്ട്രിക്കലിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ബേസിക് ഇലക്ട്രിക്കലിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒരു 6-7 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. പവർ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മെഷീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഷീൻസ് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഈ 40 ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് മെഷീൻസിൽ നിന്നാണ്. ദെൻ നെറ്റ്വർക്ക് തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അനലോഗ് ഇലക്ട്രോണിക്സ് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ ഡിസൈൻ എസ്റ്റിമേഷനും ചില ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഡിസൈൻ എസ്റ്റിമേഷനും എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസുകൾ വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ആണ് ബേസിക്കലി പറയാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിൽ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഏരിയ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ എക്സ്പെർട്ട് ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയതുണ്ട്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആവശ്യമുള്ള ആളുകൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ PDF നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും അതേപോലെ എക്സാം സ്ട്രാറ്റജി നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ എൻട്രിയുടെ ഫാക്കൽറ്റി ടീമിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ എക്സ്ക്ലൂസീവ് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. നല്ല വിജയം കരസ്ഥമാക്കുക. 2025 നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണ്. 14 ലക്ഷം രൂപയാണ് ഇതിൽ CTC ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതൊരു ബിഗർ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.